നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടാ. കാരണം നമ്മുടെ സ്വിഫ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വണ്ടിയല്ലേ ഉള്ളൂ. അപ്പൊ നമ്മള് ഡിസയർ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ സംസാരിക്കണേ കേട്ടാ. അപ്പോ എന്താ പറയാ, സ്വിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടില് ഒരു വണ്ടിയേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ വണ്ടി എപ്പോഴും കാർ പോർച്ചിൽ ഫില്ലായിട്ട് കിടന്നായിരുന്നല്ലേ. അപ്പൊ അതില്ലാണ്ട് വരുമ്പോൾ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട്. അത് തന്നെയല്ല, നമുക്ക് ഇനി ഇതൊക്കെ ആയാലും താറ് എപ്പോഴും കൊണ്ടു നടക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ, സ്വിഫ്റ്റിന്റെ പോലെ തന്നെ നീളൊക്കെ വലിയ കൂടുതലും കാര്യങ്ങളൊന്നുമില്ല, കൊണ്ടു നടക്കാൻ കുറച്ച് എളുപ്പമാണ്. അപ്പൊ ഈ സംഭവം അതുകൊണ്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 870 ടോട്ടൽ 9 രൂപയുടെ അടുത്ത് വരേണ്ട ഇതിന്റെ ഇതൊക്കെ അടക്കമായിട്ട്. അപ്പൊ ശരിക്കും വില കുറവാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുക്കാനായിട്ട് വന്നത്. പക്ഷെ ഇത് CNG ആണ്. അപ്പൊ CNG ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചെലവ് കുറഞ്ഞിട്ട് ഓടിക്കാനും പറ്റും. പിന്നെ അത് തന്നെയല്ല, നമ്മൾ എടുക്കുന്നത് ടാക്സി പർപ്പസിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വല്ല അർജന്റ് വല്ല ഓട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ പോകാൻ അങ്ങനെയുള്ള കാര്യത്തിന് പറ്റും. അപ്പൊ ശരിക്കും കുറെ കാലങ്ങളായി നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ടിപ്പറിന് ഓട്ടം കുറഞ്ഞ സമയത്ത് രാജേഷ് ആയാലും പറഞ്ഞ പോലെ ഓട്ടോറിക്ഷ എങ്ങനെ ഉണ്ടെങ്കിൽ എടുക്കടാ, ഓട്ടോറിക്ഷ ഓടിക്കാം, അല്ലാത്ത സമയത്ത് വണ്ടിക്ക് ഓട്ടലിങ്ങിന്ന്. അപ്പൊ ഈ വണ്ടി എടുക്കാന്ന് തീരുമാനിച്ചു. അപ്പൊ ഇത് എടുക്കാന്ന് തീരുമാനിച്ചതിന്റെ കാരണം തന്നെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ പ്രാവശ്യം വണ്ടിയിൽ തോന്നി. അത് തന്നെയല്ല, നമുക്ക് ടാക്സി പർപ്പസ് വണ്ടി എടുത്താലും അതിൽ എന്താ പറയാ, പവർ വിൻഡോ ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, AC, സെൻട്രൽ ലോക്ക്, ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ആകെ കുറവുള്ളത് സ്റ്റീരിയോ മാത്രമാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ വണ്ടി ആയാലും നമുക്ക് മതി, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട് നിലവിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബുക്ക് ചെയ്തു. ഇനി വണ്ടിയുടെ വിശേഷങ്ങൾ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം വന്നിട്ട് ഈ വണ്ടി മൊത്തം നോക്കി പോയതാണ്. അപ്പം നിത കണ്ടിട്ടുണ്ടായിരുന്നില്ല. നിത ഈ വണ്ടി കാണാനായിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട് നിത കാണുമ്പോൾ? വലിയ ഇഷ്ടമായിട്ടില്ല അല്ലേ? നിനക്ക് ഇഷ്ടമല്ലേ? നിനക്ക് ഇരട്ടിക്കല്ലേ ഇഷ്ടം കൂടുതൽ? അല്ല, നമ്മളെന്താ ഇതിപ്പോൾ ആൾക്കാരെ കൂടുതൽ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ചെറുതായതുകൊണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടാക്സി പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് വലുതാണ് നല്ലത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇതിന് മൈലേജൊക്കെ ഭയങ്കര കൂടുതൽ കിട്ടും. ഇതിൽ 35-37 കണ്ടൊക്കെയാണ് അവർ CNGയിൽ മൈലേജ് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുമ്പോൾ 1 കിലോമീറ്ററോടെ 4 രൂപയൊക്കെയാണ് ചിലവ് വരുള്ളൂ. 4 രൂപയൊക്കെ ചിലവ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൂടുതലല്ല. അത് തന്നെയല്ല, ഈ വണ്ടി ഇപ്പോൾ ഷേപ്പ് മാറ്റി വന്നോട് കൂടിയിട്ട് കാണുമ്പോൾ ഒരു ഭംഗി മറ്റു വണ്ടീനെ, പഴയ വണ്ടീനെ അപേക്ഷിച്ച് നല്ലൊരു വൃത്തിയായി. പഴയ വണ്ടിയിലാവുമ്പോൾ പവർ വിൻഡോ ഇല്ല, അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് ഇല്ല, പിന്നെ കുറേ ബേസിക് ആയിട്ടുള്ള ഓപ്ഷനുകളിലുള്ള വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കൂടുതൽ ഇപ്പോഴത്തെ പുതിയ വണ്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഇടണം കേട്ടോ. അഡീഷണൽ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ളതുണ്ട്. പിന്നെ ഇത് 2025 ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരു പുതിയ മോഡലാണ്. ഇതിന് മുന്നേ വന്നിട്ടുള്ള മോഡലിൻ്റെ ബാക്ക് സൈഡിലുള്ള ടൈൽ ലാമ്പ്, അതേപോലെ ഈ സംഭവങ്ങൾ, ഇതൊന്നും ഇതുപോലെ ആയിരുന്നില്ല. ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഫുള്ള് ഫേസ് ലിഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, കാണുമ്പോൾ നല്ലൊരു വൃത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് മെയിനായിട്ട് എടുക്കാമെന്ന് വെച്ചാൽ. പിന്നെ സ്വിഫ്റ്റ് തന്നെ ഇനിയും പോയി എടുക്കേണ്ട, ഒരു ചെറുവണ്ടിക്ക് വേണ്ടിയിട്ട് സ്വിഫ്റ്റ് തന്നെ ഇനിയും പോയി എടുക്കേണ്ട. സ്വിഫ്റ്റ് ഇപ്പോൾ ഇത്ര കൊല്ലം ഉപയോഗിച്ചില്ലേ. അപ്പോൾ ഒന്ന് മാറി ഒരു ഡിസയർ കൂടി ആയിക്കോട്ടെ. ഡിസയർ ഇതേവരെ ഉപയോഗിച്ചിട്ടില്ല. SX4 നമ്മൾ കണ്ടമാനം കൊല്ലം ഉപയോഗിച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. അത് സംതൃപ്തിയായിരുന്നു. പക്ഷേ ഇതേവരെ ഈ ഡിസയർ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഇതൊക്കെ SX4 ഉപയോഗിച്ചിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു വണ്ടിയല്ലേ, അടിപൊളി വണ്ടിയല്ലായിരുന്നു. സ്വിഫ്റ്റും അടിപൊളി. പക്ഷേ SX4 വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു, സ്വിഫ്റ്റ് പോലെയില്ല, കംപ്ലൈൻറ്റ്സ് കൂടുതലായിരുന്നു. അതെ, 1 ലക്ഷം. ശരി കേട്ടോ, അത് ശരിയാ. ഈ 1 ലക്ഷം കിലോമീറ്റർ ആവാറായപ്പോഴാണ് അതിന്റെ ക്ലച്ചും, അതുപോലെ തന്നെ ഓയിൽ ലീക്ക്, അതുപോലെ വേറെ എന്തിട്ടാ കുറേ പവർ വിൻഡോ കംപ്ലൈന്റ് വന്നു, പിന്നെ സസ്പെൻഷൻ കംപ്ലൈന്റ് വന്നു. ഒന്നും വന്നിട്ടില്ല. പക്ഷെ സ്വിഫ്റ്റ് നമ്മൾ 85 ഓടിച്ചിട്ടുള്ളൂ. ഈ 85 കഴിയുന്നതോടുകൂടി തന്നെയാണ് കംപ്ലൈന്റ് ഒക്കെ വന്നു തുടങ്ങിയത് അല്ലേ? ഭയങ്കര വില കൂടുതലാണ്. ആദ്യം നമ്മൾ 3 കൊല്ലം ഒരു പെട്രോൾ SX4 ഉപയോഗിച്ചു. പിന്നെ 2 കൊല്ലം നമ്മൾ ഡീസൽ SX4 ഉപയോഗിച്ചു. പക്ഷെ വണ്ടി ഓടിക്കാനും അതിനൊക്കെ ഭയങ്കര സുഖവും നല്ല കംഫർട്ടൊക്കെയുള്ള വണ്ടിയായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ഡിസയർ ഇതേവരെ ഉപയോഗിച്ചിട്ടില്ല. എന്നാലും SX4-നേക്കാളൊക്കെ കണ്ടമാനം കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള വണ്ടി ഡിസയറാണ് റോട്ടിൽ. അപ്പോൾ അതിനേക്കാളും നന്നാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് തന്നെയല്ല, ഈ ഒരു പർപ്പസ് ഇപ്പോൾ നമുക്ക് ചെറുതായിട്ട് ടാക്സി ഓടാനും കൂടി പറ്റുകയാണെങ്കിൽ ശരിക്കും ഇത് തന്നെയാണ് നല്ലത്.
രാജേഷേട്ടന് ഇനി ടിപ്പറിന് ഓട്ടം ഇല്ലാന്ന് പറയും ഇത് ഓടിക്കാൻ എന്നോട് ചോദിച്ചു ഓണത്തിന് മുന്നേ കിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓണത്തിന് മുന്നേ എന്തായാലും കിട്ടും എന്ന് വിചാരിക്കുന്നു. ടിപ്പറിന് ഓട്ടല്ലേ ടിപ്പറിന് ഓട്ടല്ലേ ഇനി ആകെ കൂടി കാറിന് അതാണ് ഇപ്പൊ ഉണ്ടാവാൻ പോണതെന്നല്ലേ. വിടാ. അതെ. അപ്പൊ നമുക്ക് ഈ വണ്ടിയുടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒക്കെ ശരിക്കും സ്വിഫ്റ്റിന്റെ സെയിം ഹെഡ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, ഇങ്ങനത്തെ വലിയൊരു ഹെഡ്ലൈറ്റ് ഇല്ലേ, അത് മാറിയിട്ട് ഇങ്ങനെ ഓൾട്ടീസിൻ്റെ ഒക്കെ ടൊയോട്ട കൊറോള ഓൾട്ടീസ് ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു ചെറിയ ഷേപ്പ് പോലെ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് ശരിക്കും കോപ്പി അടിച്ചിട്ടുള്ളതാണ് ചെറുതായിട്ട്. ഏതിൻ്റെ നമ്മുടെ ഹോണ്ട അമേഴ്സിൻ്റെ ഗ്രില്ലിൻ്റെ പോലത്തെ ഗ്രില്ലാണ്. എന്നാലും ഭംഗിയുണ്ട്. കോപ്പി അടിച്ചിട്ടുള്ളതാണെങ്കിലും ഭംഗിയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണുള്ള ചോദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണാൻ ഫ്രണ്ട് ഗ്രില്ലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 9 ലക്ഷം രൂപയുടെ അടുത്താണ് വില. 870 പിന്നെ GPS അങ്ങനെയൊക്കെ ഒരു 9 രൂപയുടെ അടുത്താണ് വരുന്നത്. ആ വണ്ടിയുടെ ഈ ഒരു ഗ്രില്ലിൻ്റെ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഫിനിഷിംഗ് ആയിരിക്കും, മാറ്റ് ഫിനിഷിംഗ് ആയിരിക്കും. മറ്റേ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ഗ്ലോസി ഫിനിഷിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോഗ് ലാമ്പ് ഉണ്ടാവില്ല. ഈ ഒരു വ്യത്യാസമാണ് ഫ്രണ്ട് കാണുമ്പോൾ വരുന്നത്. അല്ലാണ്ട് ഫ്രണ്ടിൽ നിന്ന് വേറെ ഒന്നുമില്ല. പിന്നെ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴത്തെ വ്യത്യാസമാണ് ഞാൻ പറയണത്. ഇതുണ്ടല്ലോ, ഇത് ബ്ലാക്ക് കളറാണ് കമ്പനി വരുമ്പോൾ ഉണ്ടാവുക. ഇത് പെയിൻ്റ് അടിക്കണം. അതുപോലെ തന്നെ ഈ സാധനവും ഹാൻഡിലും ബ്ലാക്ക് കളറാവും. ഈ 2 സംഭവങ്ങളും നമ്മൾ കളറടിക്കണം. പിന്നെ മൂന്നാമത് പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീലാണ്. വീല് ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റേ വീൽ കപ്പും വരും സാധാരണ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ കപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സിൽവർ കളറിലാണ് ഇതിൻ്റെ വീൽ ഡിസ്ക് വരുന്നത്. വീലിൻ്റെ സൈസ് വരുന്നത് 14 തന്നെയാണ് കേട്ടോ. 14 165 80 6 14 അതാണ് ഇതിൻ്റെ ടയർ സൈസ്. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ 14 തന്നെയാണെന്ന് നമുക്ക് തോന്നണം. അത് പെയിൻ്റ് അടിക്കണം. അതെ, ഇത് ഞാൻ പറഞ്ഞില്ലേ ടാക്സി പർപ്പസിന് വേണ്ടി ഇറക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് ഷാർക്ക് ആൻറ്റിന എന്ന് പറയും. ഷാർക്ക് ആൻറ്റിന ഇതൊന്നും ആദ്യമുള്ള വണ്ടികൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ വണ്ടിക്ക് പുതിയതായിട്ട് വരുന്നതാണ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമ്മുടെ ഇത് വെക്കില്ലേ, റേഡിയോ വെക്കില്ലേ വണ്ടിയുടെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ആൻറ്റിന എന്ന് പറയും. നമ്മുടെ താറിൻ്റെ ഉള്ളിൽ ചെറിയ കുറ്റി പോലത്തെ ഒരു സാധനം ഇങ്ങനെ കണ്ടിട്ടില്ലേ നീ? ആ സാധനത്തിന് പകരം ഇതിന് വരുന്നതാണ് ഇങ്ങനത്തെ ഷാർക്ക് ആൻറ്റിന. പിന്നെ പുറത്തുനിന്ന് അപ്പോൾ ഇത് എന്താ പറയുക, ഈ സംഭവം നമ്മൾ വീൽ കപ്പ് ഇട്ട് ബ്ലാക്ക് അടിച്ച് വീൽ കപ്പ് ഇട്ട് ഇതും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ളൊരു ലുക്ക് കാണുമ്പോൾ നമുക്ക് മറ്റേ വണ്ടിയുടെ സെയിം ആയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് എന്നിട്ട് പറയുക ഡീഫോഗർ കണ്ടില്ലേ, ലൈൻ കണ്ടോ? എന്തിട്ടാന്നറിയോ അത്? എന്തിട്ടാ എന്തപ്പോ പുള്ളി നീത്തൊക്കെ പഠിച്ച കാര്യങ്ങള് അല്ലേ? എന്നാലും അറിയാലേ. എന്നാലും ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയില്ലായിരുന്നു, അതാ ചോദിച്ചത്. പിന്നെ ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഞാൻ പറഞ്ഞതാണ് ജസ്റ്റ്. പിന്നെ ഇതിന് കമ്പനി വരുമ്പോൾ തന്നെ സെൻസർ ഉണ്ട് കേട്ടോ. റിവേഴ്സ് സെൻസർ, പാർക്കിംഗ് സെൻസർ 4 എണ്ണം ഇത് കണ്ടില്ലേ? 1 2 3 4 എണ്ണം ഇവിടെ ഉണ്ട്. പിന്നെ ഇത് LED ആണ്. ടൈൽ ലാമ്പ് വരുന്നത് LED ആണ്. ക്യാമറ വെക്കണം. പിന്നെ അത് തന്നെയല്ല ഈ സാധനം കീറുകളാണ്. ടൂറെന്ന് പറയണ്ട, നമ്മളെപ്പോഴും ടൂറ് പോകല്ലോ. അപ്പോൾ അതുകൊണ്ട് ടൂറ് എന്നുള്ള ഒരു എംബ്ലം വേണ്ട. അല്ല, പെട്ടെന്ന് ടാക്സി വണ്ടി പോലത്തുള്ള ലുക്ക് എന്ന് പറഞ്ഞ നമ്പർ പ്ലേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അറിയണത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്ക് കീറി കളയാം. അശ്ശീ, എന്നാൽ പിന്നെ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ബെൻസിൻ്റെ ഒരു വലിയ അമ്പളം കിട്ടും നോക്കാം. ആ ചില്ലുമ്പല തന്നെ വലുതാക്കി ഇത് ബെൻസ്, എന്നിട്ട് മുകളിൽ എഴുതിയും കൊടുക്കണം മലയാളത്തിൽ, ഇത് ബെൻസാണ്. BMW ആണ് നിനക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നിട്ടാ ഓടി അയ്യേ ഓടിക്ക് പറയണ ആ ഒളിമ്പിക്സിന്റെ വട്ടുള്ള വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിന്ന്. നീ വെറുതെ പറഞ്ഞല്ലേ, ഞാനും വിചാരിച്ചു അതുപോലും അറിയില്ലെന്ന്. എൻ്റെ ദൈവമേ, അവളെ കൊണ്ടാണ് വണ്ടി നോക്കാൻ വന്നതെന്ന്. പിന്നെ ഈ മറ്റേ വണ്ടിയുടെ ഉണ്ടല്ലോ, ഇതിൻ്റെ കൂടിയ മോഡലിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഒരു ക്രോമിൻ്റെ ഇത് വരും കേട്ടോ. അതുപോലെ തന്നെ ഈ സാധനം ഇത് മാറ്റാണ്, മറ്റേ ഗ്ലോസി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് കറക്റ്റ് അറിയില്ല. ഏത് അല്ല, ഇതേപോലെ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന വണ്ടികൾക്കൊക്കെ അതെ ഈ ഒരു സാധനം ഉണ്ട്, സ്പോയിലർ. ഇതിൻ്റെ പേര് സ്പോയിലർ എന്നാണെന്ന് തോന്നുന്നു. ഈ സാധനമൊന്നും പഴയ വണ്ടി ആണ്. എൻ്റെ പൊന്നേ, ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതാ, നീ സമ്മതിക്കില്ല. കലക്കട്ടെ എന്നാ ഞാൻ. ഇത് സ്പോയിലറാണ് ഗൈസ് അല്ലേ? അതെ. അപ്പോൾ സ്പോയിലറൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ മോഡലിലാണ് കേട്ടോ സ്പോയിലറൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെന്താ പറയുക, ബാക്കിലത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയിൽ നീ ഉദ്ദേശിക്കുന്ന മറ്റേ എയർ കട്ട് ചെയ്യണ സൈസ് അല്ലേ? കൊള്ളാം.
അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് കേട്ടോ പുറത്തുനിന്നുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ. ഈ സൈഡ് പ്രൊഫൈൽ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഡിസൈറായിട്ട് ആകെ വ്യത്യാസമുള്ളത് ഈ ബാക്കിൽ കാണുന്ന നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ സെറ്റ് കാണുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഇത് തോന്നണുള്ളൂ, അതായത് പഴയ ഡിസൈർ അല്ലാന്ന്. ഈ സൈഡിലത്തെ ഡോറ് അതുപോലെ തന്നെ ക്വാർട്ടർ ഗ്ലാസ്സിലെ ബാക്ക് ഗ്ലാസ് ഫ്രണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഡിസൈറിൻ്റെ അതേപോലെയാണ്. അതുപോലെ തന്നെ മാറിയിട്ടുള്ളത് ബോണറ്റ്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്, ഫ്രണ്ട് ബമ്പർ, ഗ്രില്ല്, ഈ ഒരു സംഭവം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും പുതിയതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടിയും പഴയ ഡിസൈറിൻ്റെ ഫുള്ളി ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്നത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് കേട്ടോ. അതല്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ബോഡി അല്ല ബോഡി മൊത്തം മാറ്റിയിട്ടില്ല, അതാണ് അതെ അതെ പഴയ ഡിസൈറിൻ്റെ അതേപോലെ തന്നെയാണ്. പിന്നെ എന്താ പറയുക, പ്രൊജക്ടർ ലാമ്പാണ് കേട്ടോ, ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ലാമ്പാണ് ഉള്ളത്. പിന്നെ ഇനിയിപ്പോൾ ഒരു ഫോഗ് ലാമ്പ് വയ്ക്കുകയാണെങ്കിൽ ഒരു LED ഫോഗ് ലാമ്പും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ബാക്കി പുറത്തുനിന്നുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CNG ആണ്. ഞാൻ ഡിക്കി ഒന്ന് തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഡിക്കി തുറക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലിവറുണ്ട്, ഇതിൽ പിടിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിക്കി ഓപ്പൺ ആവും. ഡിക്കി ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിക്കി സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടിയും കൊണ്ട് ഓട്ടം പോകുമ്പോഴത്തെ പ്രശ്നം കൂടിയുണ്ട്. അതുപോലെ ഒരു എയർപോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു പെട്ടി കുത്തി നിർത്താം, ഒരു പെട്ടി മുകളിൽ വയ്ക്കാം. അപ്പോൾ 2 പെട്ടി വെക്കാം. ശരിക്കും ഒരു പെട്ടി വെക്കേണ്ട ഫുൾ ഗ്യാപ്പ് CNGയുടെ ഈ കുറ്റി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഫുള്ള് പോകും കേട്ടോ. അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ CNGയുടെ ഗ്യാസ് അടിക്കണതിൻ്റെ ഹോള് കണ്ടോ ഇങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അതായത് നമ്മളുടെ ഡീസൽ അടിക്കണ ഇതിൻ്റെ സെയിം ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ, ഡീസലല്ല പെട്രോൾ അടിക്കണതിൻ്റെ ക്യാപ്പ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് CNGയുടെയും നിറയ്ക്കാനുള്ളത് സെയിം ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഇത് ലോക്കിംഗ് വാൽവോ എന്താ കണ്ടാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതെന്തോ ഒരു കൊല്ലോ ഒക്കെ കൂടുമ്പോൾ കാലിബ്രേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ കറക്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. പിന്നെ ഇതിൻ്റെ അടിയിലും സാധനങ്ങൾ വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അടിയിൽ എന്തെങ്കിലും വെക്കണമെങ്കിലൊക്കെ വെക്കാം. എന്താണ് 3 വർഷം കൂടുമ്പോൾ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? എഴുതിയിട്ടുണ്ടല്ലേ. ഓക്കെ. പിന്നെ സ്റ്റെപ്പിന് വരുന്ന ഇതിൻ്റെ അടിയിലാണ്. ഈ സ്റ്റെപ്പിന് എടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് ഈ CNGയുടെ ടാങ്ക് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. സ്റ്റെപ്പിന് വരുന്നത് നോക്കട്ടെ, എന്താ പറഞ്ഞ ഇത് ഇങ്ങനെയാണ്. സ്റ്റെപ്പിന് കറക്റ്റ് അതേ സൈസ് സെയിം വീല് തന്നെയാണ് കേട്ടോ. 14 സൈസ് ചെറിയ വീല് അങ്ങനെ തന്നെ. പിന്നെ ഒരു ജാക്ക് ലിവർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. പിന്നെ CNGക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിഷ്കാരങ്ങൾ ബാക്കിൽ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഡിക്കി സ്പേസ് ശരിക്കും പറഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ ഡിക്കിയുടെ അത്ര തന്നെയല്ല ഇതേ ഉള്ളൂ. ഗ്യാസ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ നീട്ടം കൂടുതലെന്ന് നമ്മൾ പറയണില്ലേ വണ്ടിക്ക്, ഈ ഡിക്കിയുടെ ഒരു ഡിക്കിയുടെ നീട്ടം കൂടുതലൊന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇത്ര തന്നെയുണ്ട് അതിൻ്റെ സ്വിഫ്റ്റിൻ്റെ ഡിക്കിയും ഇല്ലേ, ഏറെക്കുറെ. എന്തായാലും നമുക്ക് തേങ്ങയൊക്കെ കയറ്റാം സുഖമായിട്ട്, അതിനുള്ള സ്പേസ് ഉണ്ട്. മറ്റേ താറിൻ്റെ ഉള്ളിൽ തേങ്ങ പോലും കയറ്റാൻ പറ്റില്ല. അടച്ചോ, ടച്ചല്ല ഞാൻ അങ്ങോട്ട് ക്ഷമിച്ചു ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ അല്ല 9 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറവൊന്നല്ല കേട്ടോ. ഇത് എന്നിട്ട് 9 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ കുറവെന്ന് പറയണത് 8,70,000 രൂപ പ്ലസ് ഇതിൻ്റെ മറ്റെന്തിട്ട് വേറെ GPS പിന്നെ എന്തിട്ടാ സ്റ്റീരിയോ ഇതൊക്കെ കൂടി 9ന്റെ മുകളിലെ വരിക. അല്ല എന്നാലും അത്യാവശ്യം വിലയുണ്ട്. തീരെ വില കുറഞ്ഞ വണ്ടി എന്ന് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ശരിയാണ്, ഇപ്പം എല്ലാ വണ്ടിക്കും ഏറെക്കുറെ അതേപോലെ ആയി. പിന്നെ ഇതിൻ്റെ നമ്മൾ മറ്റുള്ള വണ്ടീനെ അപേക്ഷിച്ച് ഇത് കഴിഞ്ഞ വണ്ടീനെ, അതായത് ടാക്സി വണ്ടീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സീറ്റ് ഒറ്റൊരു ഹെഡ് റെസ്റ്റ് ഒരുമിച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഇപ്പോൾ സിംഗിൾ ഇങ്ങനെ സീറ്റാക്കിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നല്ലൊരു വൃത്തി കൂടുതലുണ്ട്. മറ്റെന്ന് പറഞ്ഞാൽ ഉള്ളിൽ കയറുമ്പോൾ ഒരു വില കുറഞ്ഞ വണ്ടിയുടെ ഉള്ളിൽ കയറുന്ന ഫീലായിരുന്നു. ഈ ഹെഡ് റെസ്റ്റൊക്കെ ലോക്കൽ സെറ്റപ്പിൽ ഹെഡ് റെസ്റ്റൊക്കെ ഒരുമിച്ച് തന്നെ ഇതുമ്മലാവുമ്പോഴേ സീറ്റുമ്പോൾ തന്നെ ആവണത്. പിന്നെ സീറ്റിൻ്റെ ഫാബ്രിക് ആണെങ്കിലും നല്ല അടിപൊളി ഫാബ്രിക് ആട്ടോ. ഇത് മറ്റേതിൻ്റെ സെയിം തന്നെയാണെന്ന് തോന്നുന്നു, എന്നാലും നല്ല അടിപൊളിയാണ്. കുറേ കാലത്തേക്ക് സീറ്റ് കവർ ഏതാ ബീച്ചല്ലടി ബീജ് അത് തന്നെ. അപ്പോൾ സീറ്റ് കുറേ കാലത്തേക്ക് വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് അഴുക്ക് പിടിക്കും. അപ്പോൾ അഴുക്ക് പിടിക്കുന്നത് വരെ നമുക്ക് സീറ്റ് കവറോ കാര്യങ്ങളോ ഒന്നും ഇടാണ്ട് സുഖമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആ പുതുമ നഷ്ടപ്പെടില്ല. കവർ മാത്രം ഊരി കളയട്ടെ. കവർ വണ്ടി എടുത്ത് അന്ന് തന്നെ ഊരി കളയും.
അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ഞാൻ തരില്ല. കാരണം നമ്മുടെ പഴയ വണ്ടിയുടെയൊക്കെ സീറ്റിന്റെ കവർ കാലങ്ങളോളം കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ എന്താ പറയാനുണ്ട്? എന്താ ഈ ഡോറിന്റെ ഇവിടെ നോക്കി ഈ ഭാഗത്ത് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കണം. ആ ഡിസൈൻ എനിക്ക് രസമുണ്ട്, പക്ഷെ എനിക്ക് അത്ര പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. എന്താ കാരണം എനിക്ക് ക്ലീൻ ചെയ്യാൻ പാടില്ല, അഴുക്കാവാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഈ സാധനം സാധാരണ സ്റ്റീലിന്റെ ആട്ട വരും, മറ്റേ വണ്ടികളുടെ ഒക്കെ പ്ലാസ്റ്റിക് അല്ല വരിക, ഇത് സ്റ്റീലാണ്. പിന്നെ ഇപ്പോൾ ഡോർമ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോർമ പവർ വിൻഡോന്റെ ലേശം കൊണ്ട് നീങ്ങി പവർ വിൻഡോന്റെ ഈ 4 ടാക്സി വണ്ടികൾക്കൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ഈ പവർ വിൻഡോ വന്നു കമ്പനിയായിട്ട്. ലോക്ക്, സെൻട്രൽ ലോക്കിന്റെ ലോക്ക് ഉള്ളിൽ തന്നെ ബട്ടൺ വന്നു. ഇത് നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം. ഈ മിറർ ഉണ്ടല്ലോ ഉള്ളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ ഈ വണ്ടിക്ക് അതില്ല, അത് നമുക്ക് വേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിറർ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയാൻ കാരണം നമ്മൾ വെക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ 360 ഡിഗ്രി ക്യാമറയാണ് വെക്കാൻ പോണത് സെറ്റിൽ. അപ്പോൾ സെറ്റിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാം കാണാം. പിന്നെ ഇപ്പോൾ മിററിൻ്റെ ഒരു ആവശ്യം ഇങ്ങനെ കണ്ടാൽ മതി, അല്ലാണ്ട് ഇപ്പോൾ ഏത് സമയം തിരിക്കേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പോൾ പിന്നെ അത് നമുക്ക് വേണ്ട അല്ലേ, അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഡോറിൽ പിന്നെ വരുന്നത് പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ കഴിഞ്ഞ് ഇവിടെ സ്പീക്കർ ഉണ്ടാവില്ല. അത് CNG, അത് പറയാം. ഇവിടെ ഇല്ലേ സ്പീക്കർ ഉണ്ടാവില്ല നിലവിൽ. സ്പീക്കർ വെക്കാനുള്ള ഹോള് മാത്രമാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളൂ. സാധാരണ സെറ്റില്ലാത്ത വണ്ടിയിൽ സ്പീക്കർ ഉണ്ടാവും, ഇതിനകത്ത് സ്പീക്കർ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡറും പിന്നെ ബുക്ക് വെക്കാൻ കണക്ക് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതിനുള്ളൊരു സെറ്റപ്പ് അവിടെ ഉണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ എന്തോ ഒരു മോശം ഉണ്ട് കേട്ടോ സംഭവം. ടെലസ്കോപ്പിംഗ് ഇല്ല, ടിൽറ്റഡ് മാത്രമേ ഉള്ളൂ. ടിൽറ്റഡ് ഉണ്ട്, ഇത് കണ്ടോ. ഇത് താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ സ്റ്റിയറിങ് ഇങ്ങനെ നമുക്ക് മുകളിലേക്ക് പൊക്കാം, താഴത്തേക്ക് ആക്കാം. ഇത് ഇങ്ങനെ ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ താഴത്തേക്ക് ആക്കിയിട്ടിട്ട് ഞാൻ ഓടിക്കാറ്. ഇത് ലോക്ക് അങ്ങോട്ട് വിടിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണഗതിക്ക് ഇത് പൊക്കാനും താത്താനും പറ്റും. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ കുറവാണ് സ്റ്റിയറിങ്ങിൽ. കാരണം നമ്മൾ സ്വിഫ്റ്റിന്റെ സ്റ്റിയറിംഗ് ഒക്കെ ഇതേ സെയിം ആയിരുന്നു. പക്ഷെ ഇവിടെ മറ്റേ എന്താ വോളിയം കൺട്രോള്, അതുപോലെ ഇതൊക്കെ ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ വേറെ, പിന്നെ ഇവിടുത്തെ ഫിനിഷിംഗ് ഒക്കെ വേറെ. ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു തല്ലിപ്പൊളി സ്റ്റിയറിംഗ് പോലെയാണ്. വളരെ മോശമായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ക്വാളിറ്റി ബേസ് ഇതൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒക്കെ നന്നാക്കായിരുന്നു, അടിപൊളിയാക്കായിരുന്നു. ഇത് കാണുമ്പോൾ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് നോക്കുമ്പോൾ ആകെ ഒരു കുറവായിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് ഇതും, രണ്ടാമത് നമ്മുടെ ഗിയർ വീലിന്റെ നോബില്ലേ, അതിപ്പോൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലാശടി നല്ലതൊക്കെ കൊടുക്കായിരുന്നു. പക്ഷെ അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ഈ സംഭവമൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ളതായതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നു, 2 സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ് ഓൺ ഓഫ്, അതേപോലെ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഫോഗ് ലാമ്പിൻ്റെ വേണമെങ്കിൽ സ്വിച്ച് അഡീഷണൽ വല്ല സ്വിച്ചുകൾ ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഹെഡ്ലൈറ്റ് പൊക്കവും താത്തവും ചെയ്യണം. ഇത് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ ബീം ഇങ്ങനെ കൂടി മുകളിലേക്ക് പൊങ്ങും, അല്ലെങ്കിൽ താഴത്തേക്ക് ആവണമെങ്കിൽ ഇങ്ങനെ താഴത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ താഴത്തേക്ക് ഇത് വരും, ലൈറ്റ് വരും. ഇത് CNG-യിലാണ് വണ്ടി ഓടുക. പക്ഷെ സ്റ്റാർട്ട് ആവണത് എപ്പോഴും വണ്ടി മറ്റേ പെട്രോളിലാവും. അപ്പോൾ പെട്രോൾ എപ്പോഴും കുറച്ച് വേണം ഈ വണ്ടിയിൽ. അല്ല പെട്രോളിൽ ഓടിക്കണമെങ്കിൽ CNG കഴിഞ്ഞാൽ തന്നെത്താൻ പെട്രോളിലേക്ക് ഈ വണ്ടി മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആദ്യം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ക്ലച്ച് ചവിട്ടണം കേട്ടോ. ക്ലച്ച് ചവിട്ടി പിടിച്ച് നിൽക്കി കഴിഞ്ഞാൽ അപ്പോൾ അത് സ്റ്റാർട്ടായത് പെട്രോളായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്രോളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്താൽ തന്നെത്താൻ CNG-യിലേക്ക് മാറും. CNG-യിൽ ഈ പറഞ്ഞ പോലെ പെട്രോളിൻ്റെ അത്ര വലിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ റേസിങ്ങിനല്ലല്ലോ പോകണേ, അപ്പം അത് കാരണം കുഴപ്പമില്ല. പിന്നെ അത് തന്നെയല്ല, ഇതിനകത്ത് GPS ഉണ്ട്, പിന്നെ സ്പീഡ് ഗവർണർ ഇൻബിൽട്ട് വരുന്നുണ്ട് വണ്ടിയിൽ. അപ്പോൾ ഓൾറെഡി ഈ വണ്ടി 80 മൈൽ സ്പീഡിലേ പോകുള്ളൂ, അതിൽ കൂടുതൽ സ്പീഡിൽ പോകാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, ഓവർ സ്പീഡിനുള്ള ചാർജ് എന്ന് പറയുന്ന സാധനം ഇതിന് കിട്ടില്ല. അങ്ങനെ പേടിക്കാനില്ല, കാരണം 80-ന്റെ മുകളിൽ പോകാൻ പറ്റില്ല. പക്ഷെ ചില സമയത്ത് ലോങ് ഒക്കെ പോകുമ്പോൾ ബോറടിച്ച് പണ്ടാറുണ്ടെങ്കിൽ ചാവെന്ന് പറഞ്ഞപ്പോഴത്തെ കേസാവും. കാരണം 80 മൈൽ സ്പീഡിൽ ആകെ പോകാൻ പറ്റുമെങ്കിൽ ഒരു അർജന്റ് കേസിന് ഒന്ന് പഠിക്കണം തോന്നിയാൽ വരെ പറ്റാത്ത അവസ്ഥയാവും. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ബട്ടനാണ് ഈ കാണുന്ന CNG-യുടെ. ഇതിൽ ഞെക്കി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ CNG-യിൽ മാത്രം സ്റ്റാർട്ട് ആവും. ചില സമയത്ത് ഫുൾ പെട്രോൾ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് ഫ്യൂല് മാറ്റാം. അല്ല ഇനി പെട്രോളിൽ മാത്രം CNG കഴിഞ്ഞ് പെട്രോളിൽ മാത്രം ഓടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞെക്കി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെട്രോളിൽ മാത്രം ഓടും. പിന്നെ ഇത് നമ്മുടെ ബാക്ക് ഡിക്കി തുറക്കണത്, ഇത് പെട്രോൾ ടാങ്കിന്റെ ക്യാപ്പ് തുറക്കണത്, അല്ല ഇത് ബോണറ്റ് തുറക്കണത്, സോറി കേട്ടോ തെറ്റി പറഞ്ഞതാ. അപ്പോൾ ഇത് ബോണറ്റ് തുറക്കണത്, ഇത് പെട്രോൾ ടാങ്കിന്റെ ക്യാപ്പ്, പിന്നെ അതുപോലെ തന്നെ ഇത് ഡിക്കി. അപ്പോൾ അവിടുത്തെ സ്വിച്ചുകൾ കഴിഞ്ഞു, 2 ചാവി കാര്യങ്ങൾ. പിന്നെ ഇതിൽ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. വണ്ടി സ്കിഡായി പോവില്ലേ മഴയത്തൊക്കെ ബ്രേക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബട്ടൺ അഡീഷണൽ വന്നിട്ടുണ്ട്. അത് ഒരു നമ്മുടെ സ്വിഫ്റ്റിലൊന്നും ഇല്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. ഓക്കെ ആയിട്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡോമീറ്റർ.
ഇത് ഞെക്കി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 ആക്കാനും അതുപോലെ തന്നെ നമുക്ക് മൈലേജ് എത്ര കിട്ടണമെന്ന് ആവറേജ് മൈലേജ് നോക്കണ സാധനം, അതേപോലെ എത്ര റേഞ്ചിന് എത്ര കിലോമീറ്റർ പോകും എന്നുള്ളത് കാണിക്കണതൊക്കെ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ബട്ടണിൽ ഞെക്കിയിട്ടാണ് നമ്മൾ അറിയണം. ഓരോന്ന് ഞെക്കുമ്പോൾ മാറി 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 ആവറേജ് മൈലേജ്, അതുപോലെ നമ്മളിപ്പോൾ ഇനീഷ്യൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര കിലോമീറ്റർ മൈലേജ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാക്കിയുണ്ട് അതൊക്കെ ഇതിനകത്ത് കാണിക്കും. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇത് കിലോമീറ്റർ നമ്മൾ 0 ആക്കാനുള്ള സാധനം, പിന്നെ കിലോമീറ്റർ ട്രിപ്പ് ഇടാനുള്ള സംഭവം, അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ ഈ ഒരു മീറ്ററിൽ വരുന്നത്. പിന്നെ ഒരു സൈഡിൽ CNGയുടെ എത്രയുണ്ടെന്ന് കാണിക്കും, ഇപ്പുറത്തെ സൈഡിൽ പെട്രോൾ എന്തോരം ഉണ്ടെന്ന് കാണിക്കും. പിന്നെ നമ്മുടെ ഡോർ തുറന്നിട്ടുണ്ടെങ്കിൽ ഡോർ ക്ലോസ് ചെയ്യുമ്പോഴും ആ എംബ്ലൊക്കെ അങ്ങനെ കാണിക്കും, ഈ CNG ഇത്. പിന്നെ ടൈം ഇത് മാത്രമാണ്. പിന്നെ RPMൻ്റെ ഒരു മീറ്റർ. ഇതാണ് ഈ ഒരു സ്ഥലത്തുള്ളൂ. അപ്പോൾ സ്വിഫ്റ്റ് വെച്ചിട്ട് വ്യത്യാസങ്ങളൊന്നും തന്നെ അവിടെ കാണില്ല. ആ ഡോർ തുറക്കുമ്പോൾ കാണിക്കുന്ന ഒരു സംഭവമൊക്കെ മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. 220 അതിനകത്ത് സ്പീഡ്, നമുക്ക് മാക്സിമം 170 വരെയായിരുന്നു അന്ന് ആ വണ്ടിയൊക്കെ നമ്മൾ ഓടിച്ചിട്ടുള്ളത്. ഈ വണ്ടി എനിക്ക് തോന്നുന്നു CNG ആയതുകൊണ്ട് അത്രയൊന്നും പോകാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ടാക്സി അല്ലാത്ത വണ്ടി തന്നെ നോക്കി കഴിഞ്ഞാൽ ഒരു 140 കൂടുതലൊന്നും പോകാൻ ചാൻസ് ഇല്ല. അതാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്നത്. പിന്നെ വേറെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഇത് കൊടുക്കുന്നുണ്ട്. അത് സ്വിഫ്റ്റിനൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. കാരണം തൊട്ടുപുറത്തേക്ക് കാല് റെസ്റ്റ് ചെയ്യാനായിട്ട് നീട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്കും ഇതൊക്കെ സെയിം, മറ്റേതിൻ്റെ ഒക്കെ സെയിം തന്നെ. പിന്നെ അപ്പോൾ ഇവിടുത്തെ വിശേഷം കഴിഞ്ഞു. പിന്നെ സീറ്റ് വേറെ ഒന്നുമില്ല, സീറ്റ് ഫ്രണ്ടിലേക്ക് പോവും, ബാക്കിലേക്ക് വരും. പിന്നെ ഒന്ന് ഇങ്ങനെ ബാക്കിലേക്ക് ചെരിച്ചിടാം, ഇങ്ങനെ കിടക്കണ രീതിയിൽ വേണമെങ്കിൽ ചെരിച്ചിടാൻ പറ്റും. പിന്നെ ഹെഡ് റെസ്റ്റ് പൊക്കാനും താത്താനും പറ്റും. ഹൈറ്റ് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട് കേട്ടോ. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. എന്നാലും ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഒരു എന്താ പറയുക, ഒരു പൊടിക്കിടി പൊങ്ങിയിരുന്നത് നല്ലതാണ്. പക്ഷേ കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു ഇഞ്ചിൻ്റെ ഒക്കെ ഒരു ഫോം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈറ്റ് എന്നെ പോലുള്ള ആൾക്കാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ അപ്പോൾ സ്റ്റിയറിംഗ് ശരിക്കും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ടുമ്പോൾ മുട്ടും. ഇത് കുഴപ്പമില്ല കേട്ടോ, ഇത് കുഴപ്പമില്ല, ഇത് കംഫർട്ട് തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വിൻഷീൽഡ്, അപ്പുറത്ത് ഇപ്പുറത്ത് വിൻഷീൽഡ് ഉണ്ട്. സാധാരണ നമ്മൾ ഇവിടെ ഒരു മിറർ ഉണ്ടായിരുന്നില്ലേ, അതില്ല, അതാണ് ഇതിൽ. പിന്നെ ഈ ഒരു ഇതുണ്ടായിരുന്നില്ലേ, ഇത് നൈറ്റിലൊക്കെ നമുക്ക് ഗ്ലാസ് ബാക്കിലത്തെ വണ്ടി എടുത്താൽ ലൈറ്റ് അടിക്കാണ്ടിരിക്കാൻ ഇത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും. അതിനുള്ളതില്ല, നോർമൽ സാധയാണ് കേട്ടോ ഇതിൻ്റെ ആ സംഭവം. പിന്നെ വൈപ്പർ വേറെ ഒന്നുമില്ല, വൈപ്പർ വെള്ളം അടിക്കാനുള്ള സംഭവം 3 സ്പീഡിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. അത് തന്നെ ഹൈ സ്പീഡ്, ലോവ്, പിന്നെ ഒരു 3 സെക്കൻഡ് കഴിഞ്ഞ് അങ്ങനെ വർക്ക് ചെയ്യാവുന്ന ഒരു സംഭവം, അതാണ് ഇത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC-യുടെ മൊത്തം യൂണിറ്റ് ഇങ്ങനെ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുള്ള ടൈപ്പ് ആക്കിയിട്ടോ. കാരണം നമ്മുടെയൊക്കെ മറ്റേ വണ്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. കാരണം ബട്ടൺ, തിരിക്കണ ബട്ടൺ, അതുപോലെ തന്നെ ഇത് ഫാൻ്റെ ഇത് കണ്ടോ, ഫാൻ ഇങ്ങനെ താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ഫാൻ്റെ സൗണ്ട് കുറയും, മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ കൂടും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ AC ആണെങ്കിലും ചൂടും തണവും നമുക്ക് ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. ഇതിപ്പോൾ ഇത് കണ്ടോ, ബാറ് കണ്ടോ, ആ ബാർ ഇങ്ങനെ മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ തണവ്, ഇതിപ്പോൾ ഫുൾ തണവിലാണ് ഇട്ടിട്ടുള്ളത് ബാറ്. അപ്പോൾ നമുക്കത് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മാക്സിമത്തിൽ, പിന്നെ ഡിഫോഗർ, ഇതേ ബാക്കിലത്തെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഇതിന് കൂടുതലുള്ളതാണ്. പിന്നെ ഗ്ലാസിൻ്റെ അവിടേക്ക് ഇത് വരാനുള്ളത്. പിന്നെ കാലുമലയ്ക്ക് അതുപോലെ മുഖത്തേക്ക് അങ്ങനെ ആക്കിയിടാനുള്ളത്. പിന്നെ അത് ഏത് ഇതിലേക്ക് വേണോ അത് ഇവിടെ വ്യത്യാസം വരുത്തുമ്പോൾ ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ, അതിനകത്ത് ഏരോ മാർക്ക് കാണിക്കും, അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു യൂണിറ്റ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ AC-യുടെ വെൻറ്റ് ഒരെണ്ണം അവിടത്തെയൊക്കെ റൗണ്ടായിരുന്നു, പിന്നെ ഇവിടുത്തെ ഷേപ്പ് ഇതായിരുന്നില്ല നമ്മളുടെയൊക്കെ, ഇതൊക്കെ മാറി നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇതായി. അതുപോലെ തന്നെ ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയുണ്ട്. കാരണം ഈ ഒരു ഇതിങ്ങനെ പോയിക്കണുണ്ടെങ്കിൽ ഏറ്റവും വരെ ഒരു വൈറ്റ് ബീജ് കളറും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്കും ആയിട്ടുള്ള ഡാഷ്ബോർഡ് ഇൻറ്റീരിയർ വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് കാര്യങ്ങൾ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ സെറ്റ് 9 ഇഞ്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ ഫ്രെയിം, അത് വളരെ വലുതായി. ശരിക്കും 9 ഇഞ്ച് കറക്റ്റ് കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിമിൻ്റെ ആവശ്യമുള്ളൂ. ഇങ്ങനെ നോക്കുമ്പോൾ ഇല്ലേ വണ്ടിക്ക് വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. കാരണം പുറത്തേക്കുള്ള നോട്ടം ഭയങ്കരമായിട്ട് കട്ടായി പോകും. ഈ ഒരു ഗ്ലാസും ഈ ഒരു ഇതും കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യം 9 ഇഞ്ചിൽ നിർത്തായിരുന്നു. ഇത്ര വലിയൊരു TV-യുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഇത്ര വലുത് ഇറങ്ങണമെങ്കിൽ മേടിച്ച് നോക്കിയത്, അതും ഇല്ലേ 11 ഇഞ്ച് വരെയാണ് ഇറങ്ങണുള്ളൂ. ഇത് എത്ര എനിക്ക് തോന്നുന്നു അതിന് കൂടുതലാണ്. ഇത് ഭയങ്കര വലിപ്പമായി പോയി. കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ ആ ഒരു ഇത് മാത്രം നമ്മൾ കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ ഒരു ഡിസൈൻ ഇത് പറഞ്ഞ പോലെ നല്ലത് തന്നെയാണ്, ചെളിയാകുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ ഇങ്ങനെയുള്ള സ്പേസ് ഇല്ലേ അത് കുറവാണ്. സ്വിഫ്റ്റിനൊക്കെ അതൊക്കെ പിന്നെയും കൂടുതലാണ്. പിന്നെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അതൊന്നും അറിയണില്ല എന്ന് ഈ മൊത്തത്തിൽ.
പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്, ഇതിൻ്റെ ഷേപ്പൊക്കെ വേറൊരു ടൈപ്പ് ഷേപ്പാക്കി, അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ചാർജിങ്ങിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ USB പോർട്ടൊന്നും ഇല്ല കേട്ടോ. USB പോർട്ടിൻ്റെ ഇതിന് സെറ്റില്ലല്ലോ, പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ USB പോർട്ട് സംഭവം ഇല്ല. പിന്നെ രണ്ടാമത് ബോക്സ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് മാത്രമാണ് ഉള്ളൂ. പിന്നെ വേറെ ഇപ്പോൾ എന്താ പറയുക, ഇവിടെ ഒരു തുണിയുടെ ഇതാണ് കേട്ടോ. എന്താ കൈ വയ്ക്കുമ്പോഴേ പ്ലാസ്റ്റിക്കുമ്പോൾ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലും തുണിയുടെ, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം തന്നെയാണ്. ഇതേപോലെ തന്നെ ഉള്ള മെറ്റീരിയൽ കൊടുത്താൽ മതിയായിരിക്കും. അതാണ് കൊടുത്താൽ മതിയായിരിക്കും എന്ന് പറയാൻ കാരണം എനിക്കതാണ് താല്പര്യം. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിലൊക്കെ ചെളിയാവും, അതുപോലെ ഇതൊക്കെ ഒരു ജാതി ഇങ്ങനെ പൂപ്പായി പിടിക്കണ പോലെയാവും. അപ്പം അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എയർ ബാഗ്, അത് വലിയൊരു സംഭവമാണ് കേട്ടോ. 6 എയർ ബാഗും. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സേഫ്റ്റി, 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള മാരുതിയുടെ ആദ്യത്തെ കാറാണ് ഇത്. അപ്പോൾ ഇടിച്ചു കഴിഞ്ഞാൽ ആള് മരിക്കില്ല എന്നാണ് ഇവർ പറഞ്ഞത്. സീറ്റിൽ വരെ എയർ ബാഗാ, 6 എണ്ണം ഉണ്ട് ടോട്ടല്. അപ്പൊ അത് കാരണം അതൊരു നല്ല ഇതായി. ഏതായി അത് നല്ലൊരു ഇതാണ്. അപ്പൊ അത് നന്നായി. പിന്നെ പപ്പടം പോലത്തെ കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ച ആൾക്കാർ ചാവും എന്നുള്ള ഒരു പേടിയാണ് എല്ലാവരും പറഞ്ഞത്. അത് ഇതിലൂടെ ഈ 6 എണ്ണത്തിലൂടെ മാറി. അതിന്റെ എയർ ബാഗ് ഇവിടെ എയർ ബാഗ് നീരിക്കണുണ്ട് സീറ്റിന്മേ. പിന്നെ ഈ പില്ലറിന് എയർ ബാഗ് നീരിക്കണുണ്ട. പിന്നെ ഇവിടെ എയർ ബാഗ് ഉണ്ടാവും. പിന്നെ ഇതിലാണ് എവിടേക്ക് ഇവിടെ എയർ ബാഗ് എഴുതിയുണ്ട്. പിന്നെ ഇതിലുണ്ട്, പിന്നെ ഈ സീറ്റിലുണ്ട്. അപ്പൊ 6 എണ്ണായില്ലേ, ഒരുവിധം ഫുള്ള് എന്താ പറയാ ആയി എല്ലായിടത്തും. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഇത് കഴിഞ്ഞ് ബാക്കിലേക്ക് വരുമ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ എന്താ പറയുക, ഒരു ബോട്ടിൽ ഹോൾഡർ, 2 ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ വയർലെസ് ചാർജർ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഇതുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാം. പിന്നെ ബോട്ടിൽ ഹോൾഡർ, ഹാൻഡിൽ. പിന്നെ ഇതിൻ്റെ വേറൊരു സംഭവം ഞാൻ വന്നപ്പോൾ കണ്ടത്, ടാക്സി ആയതുകൊണ്ട് തന്നെ ഇതിന് ഇവിടെ ഒരു ഇതുണ്ട്, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറയില്ലേ, ഇവിടെ ഇരിക്കുന്നത് കണ്ടോ. പിന്നെ ഞാനിപ്പോൾ എൻ്റെ കറക്റ്റ് പൊസിഷനാണ് ഇതിട്ടത്. മറ്റേ സ്റ്റിയറിങ്ങിൻ്റെ ഇതിൻ്റെ പൊസിഷൻ, ക്ലച്ചും ബ്രേക്കും ഒക്കെ ചവിട്ടാവുന്ന കണ്ടീഷനിൽ ഇട്ട് കഴിഞ്ഞിട്ട് തന്നെ എൻ്റെ പോലുള്ള ആൾക്കാർക്ക് ഇത് ഒരു 8 ഇഞ്ച് 10 ഇഞ്ച് ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ഹെഡ് റൂം ആയാലും ഒരു 6 ഇഞ്ച്. അപ്പോൾ ഭയങ്കര ഹൈറ്റ് കൂടിയ ആൾക്കാരിന് ഈ തല ഇടിക്കട്ടെ അവിടെ നോക്കി അല്ലേ, അത്ര ഹൈറ്റ് ഉള്ള ആൾക്കാരോ. നോക്കി 6 അടിയുള്ള ആളുടെ ആണെങ്കിൽ തല ഇവിടെ മുട്ടും. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് ശരിക്കും. അപ്പോൾ അധികം ഹൈറ്റ് വേണ്ട, എൻ്റെ അത്ര ഹൈറ്റ് ഉള്ള ആൾക്കാർ തന്നെയാണ് മാക്സിമം നല്ലത്. അല്ല, സ്വിഫ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലെഗ് സ്പേസ് കൂടുതലാണ്, ഉണ്ടല്ലോ, എക്സ്ട്രാ ഡിക്കി വരുന്നുണ്ടല്ലോ, അങ്ങനെയുണ്ട്. ഇവിടെയും ഇതൊന്നുമില്ല കേട്ടോ, പവർ വിൻഡോന്റെ ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ, സെൻട്രൽ ലോക്ക് അടച്ചിടുക. പിന്നെ ഇതിലെന്തെങ്കിലും ഇടാണെന്ന് ഒരു ബോട്ടിൽ ഹോൾഡർ അപ്പുറത്ത് പുറത്തുണ്ട്, അതിലൊക്കെ ആവശ്യം പോലെ. പിന്നെ സെൻട്രലിൽ ഒരു ലൈറ്റും ഉണ്ട്, സ്പീക്കറിന്റെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് സംഭവങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളറിയാത്തതായിട്ടുള്ള വല്ല കാര്യങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ബുക്ക് ചെയ്തത്. അപ്പോൾ ആളോട് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇതിപ്പോൾ ഇൻഡസ് മോട്ടോഴ്സിലാണ് വന്നിട്ടുള്ളത്. തൃശ്ശൂർ ഇൻഡസ് മോട്ടോഴ്സ് നമ്മുടെ പടിഞ്ഞാറ് കോട്ട എത്രയേക്കാളും മുന്നേ കേരളവർമ്മയുടെ അവിടെയായിട്ടാണ് അവർ ഓഫീസ് അവിടെയാണ്. അപ്പോൾ വണ്ടിയുടെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ ശരിയാക്കണം. ഇവരിവിടെ ഓഫീസൊക്കെ മാറ്റാൻ പോകാമെന്നാണ് നമുക്ക് പറഞ്ഞത്. വേറെ എവിടെയെങ്കിലൊക്കെ സിറ്റി ഉണ്ട്, സർവീസ് സെൻറ്റർ ഇവിടെയല്ല. അപ്പോൾ ആളോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഇതിന് മുന്നേ നമ്മൾ സ്വിഫ്റ്റ് എടുത്തതും ഇവിടുന്ന് തന്നെയായിരുന്നു. അപ്പോൾ ആ പുള്ളി തന്നെയായിരുന്നു അന്നും സ്വിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ വന്ന് കണ്ടു. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ പല സ്ഥലത്ത് നമ്മൾ പോയി അന്വേഷിച്ചിട്ട് വിലകൾ വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കി. പക്ഷേ എല്ലായിടത്തും സെയിം വിലയാണ്. പിന്നെ ചില വണ്ടികൾക്ക് ഓഫറുകൾ പല സ്ഥലത്തും പലതാണ്. പക്ഷേ ഈ വണ്ടികൾ കിട്ടാൻ ബുദ്ധിമുട്ടും 2 മാസമൊക്കെ വരെ ബുക്കിങ്ങൊക്കെ ഉള്ള വണ്ടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫറും കാര്യങ്ങളും പ്രത്യേകിച്ച് യാതൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയാമോ, നിങ്ങൾ ഓഫർ കിട്ടുന്നിടത്തുനിന്ന് പോയി എടുത്തോ, ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫറും കാര്യങ്ങളൊന്നും നോക്കാണ്ട് ഇവിടുന്ന് അങ്ങനെ സംഭവം എടുത്തു. കാര്യങ്ങൾ അടിപൊളിയായി. അപ്പോൾ ബുക്ക് ചെയ്തു. ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമെങ്കിൽ അവനോട് ചോദിക്കാൻ എക്സ്ട്രാ വല്ല സംഭവങ്ങളുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രദീപേട്ടൻ. അപ്പോൾ ആളുടെ കെയർ ഓഫിലാണ് നമ്മൾ വന്ന്. എത്ര വർഷം മുന്നേ സ്വിഫ്റ്റ് മേടിച്ചത്? 19 മേടിച്ചത്, 4-ാം മാസം അല്ലേ? അതെ. അപ്പോൾ 19 മുതലുള്ള ബന്ധമാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഒരു മാരുതിയുടെ രണ്ടാമത് കൺസിഡർ ചെയ്തപ്പോഴും ആളുടെ അടുത്തേക്ക് തന്നെയാണ് വന്നത്. നമ്മള് ഗ്രാൻഡ് വിക്ടാർ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് വേണ്ടെന്ന് വെച്ച് താറിലേക്ക് പോയത് അല്ലേ? അപ്പൊ വീണ്ടും ഇപ്പൊ ഒരു അവസരമായില്ല, ഒരു കൊല്ലമായിട്ടുള്ളൂ. അപ്പൊ ഈ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ ഇപ്പൊ നമ്മൾ വണ്ടി ഇവിടുന്ന് എടുക്കാന്ന് വെച്ചാൽ ഇവിടെ സർവീസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നും നമുക്ക് ഏത് സർവീസ് സെന്ററിൽ വേണമെങ്കിലും ചെയ്യുന്നു. നമുക്ക് മാരുതിയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് സർവീസ് ചെയ്യാന്നുള്ളതാണ്. ഇതിപ്പോ നമുക്ക് ടാക്സി പർപ്പസിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ വാറന്റി കാര്യങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ എടുക്കുകയാണെങ്കിൽ മറ്റേതിന്റെ സെയിം തന്നെയല്ലേ? അതെ, നമുക്ക് ടാക്സി പർപ്പസ്
പർപ്പസിനാണെങ്കിലും നമുക്ക് 6 വർഷം വരെ, അതായത് 3 വർഷം നോർമൽ ഉണ്ട്, അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ വരെ നമുക്ക് 3 വർഷത്തിൽ കൂടി അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. 1,60 വരെ 1,60 വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ശരിക്കും നമ്മൾ ഈ എടുക്കാൻ പോകുന്ന വണ്ടിയുടെ മറ്റേ വാറന്റിയും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ 8,77,000 72,000 പിന്നെ GPS സെറ്റ് അങ്ങനെയൊക്കെ കഴിയുമ്പോൾ എല്ലാം നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ 9ന്റെ ഒക്കെ മുകളിൽ കിടക്കും ഇതിലേക്ക് വരും നമുക്ക്. എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് GPS അഡീഷണൽ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഏകദേശം കോസ്റ്റ് ഒരു 8,000-9,000 രൂപ ഏകദേശം കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റീരിയോ അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ 1,000 രൂപ 2,000 രൂപ എത്ര പല രീതിയിലുണ്ട്. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ ഇപ്പോൾ വണ്ടി ഓടാൻ തുടങ്ങുമ്പോൾ വേറെ ചെയ്യേണ്ട കാര്യങ്ങൾ ടാക്സി ആയതുകൊണ്ട് നമ്മൾ പെർമിറ്റ് എടുക്കണം നമ്മൾ. അത് ഒരു കൊല്ലത്തേക്കുള്ള ഒരു അതെ 1,200 അത്രയും കണ്ടല്ലേ, 1,500 ആ റേഞ്ചിലാണ് വരുന്നത്. നമ്മളിപ്പോൾ ഇത് എടുക്കാനുള്ള കാരണം തന്നെ CNG എന്ന് പറഞ്ഞ സംഭവത്തിന് ഭയങ്കര പൈസ കുറവാണല്ലോ. പൈസ കുറവല്ല, നമുക്ക് മൈലേജ് കൂടുതൽ. അപ്പൊ അതുകൊണ്ടല്ലേ ഈ ടാക്സിക്കാർ മുഴുവൻ മാരുതിയാണ് ഇപ്പോൾ ടാക്സിയിൽ ഏറ്റവും കൂടുതൽ പോണ. ഏറ്റവും കൂടുതൽ ഈ ടാക്സി സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ മാരുതി തന്നെയാണ് ഇപ്പോൾ മുന്നിട്ട് വെക്കുന്നത്. ഇപ്പം നമ്മൾ ബുക്കിംഗ് പീരീഡ് ഇപ്പോൾ എത്ര പറയുന്നത്? ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നാളായി. ശരിക്കും പറഞ്ഞാൽ എത്രയാണ് ഒരു ബുക്കിംഗ്? ശരിക്കും വെച്ചാൽ ഇതിനാണ് ചിലപ്പോൾ കുറച്ച് ഡിമാൻഡ് കൂടുതലുള്ള കാരണം എന്താ വെച്ചാൽ കണ്ടമാനം ബുക്കിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ട് നമുക്കിപ്പോൾ. അപ്പം നമുക്ക് നമ്മുടെ വണ്ടി ഇപ്പോൾ ബുക്ക് ചെയ്ത് ഇപ്പോൾ 1 മാസം ആവണം. നമ്മൾ സ്വിഫ്റ്റ് കൊടുത്തപ്പോൾ ബുക്ക് ചെയ്തു. അതെ. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഈ മാസത്തിൽ തന്നെ അലോട്ട്മെന്റ് കിട്ടാൻ സാധിക്കും. മിനിമം ഒരു 2 മാസത്തിനുള്ള, ശരിക്കും 1 to 2 മാസം 2 മാസമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് കിട്ടിയത് 1 മാസം കൊണ്ട് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 മാസം കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കിട്ടാം. ഞാൻ പല സ്ഥലത്ത് പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 2 മാസം അല്ലെങ്കിൽ 1 മാസമാണ്. അപ്പോൾ നിങ്ങൾ പൈസ ഒന്ന് ബുക്ക് ചെയ്തിട്ടോ. അപ്പോൾ എവിടെ നിന്ന് ആദ്യം വരുന്നത് അവിടെ നിന്ന് എടുക്കാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിൽ പൈസ ഒന്നും പോയില്ല. എവിടെ നിന്ന് എടുത്താലും ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടില്ല. എത്ര സ്ഥലത്ത് ബുക്ക് ചെയ്താലും അത് എത്ര സ്ഥലത്ത് ബുക്ക് ചെയ്താലും ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് അവരുടേതായ ഒരു ഫോർമാലിറ്റി ഉണ്ടോ, ചെറിയ എമൗണ്ട് ഡിഡക്ഷൻ ഉണ്ടാവും. നമുക്ക് അങ്ങനെ വരുന്നില്ല, ഡിഡക്ഷൻ ഒന്നും വരില്ല. നമ്മുടെ അവിടെ ഒന്നാണ് ക്യാൻസൽ ചെയ്യാൻ ചില ഫുൾ എമൗണ്ട് റീഫണ്ടബിൾ ആണ് 3 ഡേയ്സിനുള്ളിൽ. അത് ഞാനിപ്പോൾ 2 സ്ഥലത്ത് ചോദിച്ചാൽ അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഫുൾ പൈസയും ഇത് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് പെട്ടെന്ന് കിട്ടുന്നത് വെച്ചാൽ അവിടെ നിന്ന് എടുക്കാം. ഇത് നോർമൽ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബുക്കിംഗ് അഗൻസ്റ്റ് ആണ് വണ്ടിയിൽ ഡെസ്പാച്ച് വരുന്നത്. അപ്പോൾ ആ ബുക്കിംഗ് ഡേറ്റിന് അപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ഇപ്പോൾ ബുക്ക് ചെയ്തു നമുക്ക് ക്യാൻസലേഷൻ ഒരു ഡീലർഷിപ്പിൽ വന്നു. അപ്പോൾ ചില കസ്റ്റമേഴ്സിന് ഒരു നോർമൽ കിട്ടുന്ന ഒരു 2-3 ആഴ്ച മുന്നേ കിട്ടാം. അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതേപോലെ ഡിമാൻഡുള്ള വണ്ടികളാകുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മറ്റേ ഇതികളൊന്നും കൊടുക്കല് വളരെ അതെ ഓഫേഴ്സ് ഒന്നും നമുക്കൊന്നും ഇതുവരെ വില കൊണ്ടുള്ള ഓഫറും കമ്പനിയിൽ ഇതേവരെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു 15 ഓഫറൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ വന്നിട്ടില്ല. വണ്ടി ഓൾറെഡി ഡിമാൻഡ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇതുകൊണ്ട് ആദ്യമായിട്ട് മാരുതി ഈ ഒരു സെഗ്മെന്റിൽ 5 സ്റ്റാർ ഇത് ചെയ്തിട്ടുള്ള സേഫ്റ്റി. അതെ. അപ്പോൾ ബേസ് മോഡലിൽ 6 എയർ ബാഗും മറ്റുള്ള ഫീച്ചേഴ്സും ഒക്കെ മാരുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൊട്ട് മുന്നിലുള്ള ഡിസൈർ വരെയായിരുന്നു ടാക്സി സെഗ്മെന്റ് കൊടുത്തായിരുന്നു. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 2 മാസമായിട്ടുള്ള ഈ ഒരു വണ്ടി നമ്മൾ കൊടുത്ത് തുടങ്ങി. ഇതിപ്പോ 2 മാസമായിട്ടുള്ള ഡെലിവറി ചെയ്ത് കൊടുക്കും ടാക്സിക്ക്. മറ്റേതുണ്ട്. അപ്പൊ ടാക്സി വന്നോളൂ 2 മാസമായിട്ടുള്ളൂ. ഒരു 2-2.5 മാസം കഷ്ടിയായിട്ടുള്ളൂ. എന്തായാലും നമ്മൾ എടുത്ത് വളരെ പെട്ടെന്ന് തന്നെയായി. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് നമുക്ക് വണ്ടി തരിക. അപ്പോൾ വല്ല ആൾക്കാരും വണ്ടി എടുക്കണമെങ്കിൽ പ്രദീപായിട്ട് ബന്ധപ്പെടുക. ഇൻഡസ് നേരെ ഇൻഡസിൽ വന്നു കഴിഞ്ഞാൽ പ്രദീപിനെ സമീപിച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് പിന്നെ കാണാം. ശരി.